ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RRBJയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മളൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, വീഡിയോസിലൂടെ ചെയ്യാറുള്ളത്. അതേപോലെ നമ്മൾ ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ സീരീസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട്. അതായത് RRBJയിൽ വേക്കൻസീസ് ഓരോ സോണിലും എങ്ങനെയൊക്കെയാണ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എത്രത്തോളം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലുള്ള കൺഫ്യൂഷൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അതിന് മുന്നോടിയായിട്ടാണ് വേക്കൻസീസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ പോസ്റ്റ് പ്രിഫറൻസിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാത്തത്, ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് 29-ാം തീയതിയാണ്. അപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് 30-ാം തീയതി നമ്മൾ നോട്ടിഫിക്കേഷന് ശേഷം അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ റിക്വയർമെൻറ്റ്സുകൾ നിങ്ങൾ കമൻസിലൂടെ കമൻറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും എന്താ പറയുക, റെലവൻ്റ് ആയിട്ടുള്ള കമൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അത്തരത്തിലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് സെലക്റ്റഡ് ആയിട്ട് ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് RRBJ സോൺ വൈസ്, ബ്രാഞ്ച് വൈസ് വേക്കൻസിയാണ്. അതായത് ഓരോ സോണിലും ഓരോ ബ്രാഞ്ചുകാർക്കും എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഇതിലേക്ക് വരുന്നതിന് മുന്നേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, അതായത് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു മികച്ച അവസരമായിട്ട് തന്നെ കാണാവുന്നതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇലക്ട്രിക്കലിൻ്റെ എല്ലാ വേക്കൻസികളും മെക്കാനിക്കലിനും ഇലക്ട്രോണിക്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇലക്ട്രിക്കലിന് വരുന്ന എല്ലാ വേക്കൻസീസും മെക്കാനിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ മെക്കാനിക്കലിന് വരുന്ന എല്ലാ അവസരങ്ങളും ഇലക്ട്രോണിക്സുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇലക്ട്രോണിക്സുകാർക്ക് വരുന്ന എല്ലാ അവസരങ്ങളും ഇലക്ട്രിക്കലിനും ഇലക്ട്രോണിക്സിനും, അത് മെക്കാനിക്കൽ പറ്റില്ല കേട്ടോ, അവിടെ മാത്രം മെക്കാനിക്കൽ പറ്റില്ല. അതായത് ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഇൻക്ലൂഡഡ് ആവാത്ത ഒരേ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് സിവിൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സിവിലിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ഈ ഒരു കോമ്പറ്റീഷനിൽ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ കാണാമെന്നുള്ളതാണല്ലോ. അതായത് നിങ്ങൾക്ക് സിവിലുകാർക്ക് വേറെ ബ്രാഞ്ചസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സിവിലിൽ മാത്രമേ കോമ്പറ്റീഷൻ വരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ കോമ്പീറ്റ് ചെയ്യുമ്പോഴും ഇപ്പോൾ ഇലക്ട്രിക്കൽ ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക്സുകാരെ വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൽ, മെക്കാനിക്കലിൽ വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് മെക്കാനിക്കലിൻ്റെ അല്ലട്ടോ നമ്മൾ എഴുതുക, നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ തന്നെ എഴുതണം. മെക്കാനിക്കൽ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇലക്ട്രിക്കലിൻ്റെ എക്സാം അല്ല ഇത്, അയാൾ മെക്കാനിക്കലിൻ്റെ എക്സാം എന്നാണ് എന്ത് ചെയ്യേണ്ടത്, അതായത് ടെക്നിക്കൽ എക്സാം ആയിട്ട് എഴുതേണ്ടത്. അതിൽ മാറ്റമൊന്നുമില്ല. പിന്നീട് നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് നമ്മുടെ മാർക്കൊക്കെ അനുസരിച്ചിട്ടാണ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിൽ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം വന്നിരിക്കുന്നത് ഏതാണ്, ഓരോരോ പോസ്റ്റുകളായിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം ഇതിൽ വന്നിരിക്കുന്നത് കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ച് മെക്കാനിക്കൽ, അതിലെന്താ പറഞ്ഞിരിക്കുന്നത്, അത് കെമിക്കലിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അതേപോലെ മെറ്റലർജിക്കൽ സൂപ്പർവൈസർ, അതും എന്താണ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര റെലവൻ്റ് ആയിട്ടുള്ളതല്ല. അത്തരത്തിലുള്ള ആളുകൾ കുറവായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. മേജറായിട്ട് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസ്, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അതേപോലെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈന്, ദെൻ TRD, ദെൻ വർക്ക്ഷോപ്പ്, ഇത്രയും പോസ്റ്റുകൾ. ഇതിലെല്ലാം വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, സോ ഇതാണ് ഈ പോസ്റ്റുകളിലൊക്കെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സിവിലിൽ വന്നിരിക്കുന്നതാണ് PV ബ്രിഡ്ജസ് ഡിസൈൻ, ഡ്രോയിങ് ആൻഡ് പ്രൊഡക്ഷൻ. ഇത് രണ്ട് സിവിലിൽ വന്നിരിക്കുന്നതാണ്. 3 year ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ കോമ്പിനേഷൻ ഓഫ് എനി സ്ട്രീംസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഈ 3 year ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ല കേട്ടോ, BTech കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് BTech കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്, നോ പ്രോബ്ലം, അതിലൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല. ദെൻ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് ജൂനിയർ എഞ്ചിനീയർ വർക്ക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ്, ജൂനിയർ എഞ്ചിനീയർ സിവിൽ, അതും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ്. ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ ഓർ സിവിൽ, അതും സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന കാറ്റഗറീസാണ്. ഇനി ജൂനിയർ എഞ്ചിനീയർ ട്രാക്ക് മെഷീന്, ഈ ട്രാക്ക് മെഷീനിൽ സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ട്രാക്ക് മെഷീൻ സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ല, സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ഏതൊക്കെ ബ്രാഞ്ചസിനാണ്, മെക്കാനിക്കൽ,
അതേപോലെ ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകാർക്കൊക്കെ എന്ത് ചെയ്യാം, ട്രാക്ക് മെഷീൻ അപ്ലൈ ചെയ്യാം. ദെൻ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലിൻ്റെ ഒരേ ബ്രാഞ്ചസ് ഉണ്ട്, ഡിസൈൻ വർക്ക്ഷോപ്പ്, അതേപോലെ ജൂനിയർ എഞ്ചിനീയർ ബാർ ഡീസൽ, ജൂനിയർ എഞ്ചിനീയർ ബാർ മെക്കാനിക്കൽ പവർ, മെക്കാനിക്കൽ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈന്, ഇതിലെല്ലാം എന്താണ് മെക്കാനിക്കലിൻ്റെ പോസ്റ്റ് ആണെങ്കിൽ പോലും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റിൽ അതിന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വിത്ത് മിനിമം 45% മാർക്ക് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇനി ഇത് മെക്കാനിക്കൽ ജൂനിയർ എഞ്ചിനീയർ ഓർ ഡീസൽ ഇലക്ട്രിക്കൽ, അതേപോലെ ജൂനിയർ എഞ്ചിനീയർ ഡീസൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, അത് മെക്കാനിക്കലാണ്. അതിൽ മെക്കാനിക്കൽ നോക്കിയേ, അതിൽ വന്നിരിക്കുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ST എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്. ആ STയിൽ സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സുകാരതാണ്. എന്നാൽ അവിടെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അവിടെ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ മെക്കാനിക്കൽ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഇവിടെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ മെക്കാനിക്കലിൻ്റെ കാര്യം ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻ്റ്, അതിൽ സ്റ്റോഴ്സിൽ അതിലെന്താണ് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാ ബ്രാഞ്ചസുകാർക്കും അപ്ലൈ ചെയ്യാം. ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻ്റ് DMS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയാണ് നിങ്ങൾ കാത്തിരുന്നിട്ടുള്ള ഈ ഒരു എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ബ്രാഞ്ച് വൈസ്, സോൺ വൈസ് വേക്കൻസീസ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്താണ്, ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കി നോക്കാം ഓരോന്നിലും ഏതെല്ലാം സോണിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള റീജിയൻസുകളാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ള ഒരു സോൺ എന്ന് പറയുന്നത് അത് ചെന്നൈ സോണാണ്. അതേപോലെ ട്രിവാൻഡ്രം സോണ്, ബാംഗ്ലൂർ സോണ്. ഈ 3 സോണുകളായിരിക്കും മലയാളികൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതേപോലെ സെക്കന്ദരാബാദ് സോണും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സോണുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ചെന്നൈയിൽ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 484 ആണ് കേട്ടോ. 484 ആണ്. ഇതൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് കേട്ടോ. അതായത് 484 ആണ് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിനർത്ഥം എല്ലാം ഇലക്ട്രിക്കൽ പോസ്റ്റ് ആണ് എന്നല്ല കേട്ടോ. എല്ലാം ഇലക്ട്രിക്കൽ പോസ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഇതിലേതൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, അതേപോലെ DMS, ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും ഈ 484 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഇലക്ട്രിക്കലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ, ഇലക്ട്രിക്കലാണെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പ്രയോറിറ്റി കൊടുക്കണം, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രയോറിറ്റി കൊടുക്കണം. ആ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ ബ്രാഞ്ചിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സിലും ഇതേ നമ്പർ തന്നെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലൊക്കെ ഇലക്ട്രോണിക്സിനും മെക്കാനിക്കലിനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇലക്ട്രോണിക്സിൽ 484 തന്നെ വന്നത്. എന്നാൽ മെക്കാനിക്കലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ST എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അതിലേക്ക് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, മെക്കാനിക്കൽ എലിജിബിൾ അല്ല. അപ്പോൾ ആ നമ്പേഴ്സ് കുറഞ്ഞത് കൊണ്ടാണ് 444, അതായത് 40 പോസ്റ്റ് ആയിരിക്കും സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുക. സോ അത് ഇലക്ട്രോണിക്സുകാർ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇലക്ട്രോണിക്സുകാർക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്നത് ഈ ST-യിലാണ്. കാരണം ST ആണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അത് മനസ്സിലാക്കുക. സിവിലിന് 138. അപ്പോൾ ഇത് നോക്കുമ്പോൾ ശരിക്കും നോക്കിയാൽ സിവിലിൻ്റെ 138 കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കുറവാണെന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എത്ര ബ്രാഞ്ചസുകാർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു 4ഓളം ബ്രാഞ്ചസുകാർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അതേപോലെ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, അങ്ങനെ ബ്രാഞ്ചസുകാർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. 4-5 ബ്രാഞ്ച് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ബ്രാഞ്ച് മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ വേക്കൻസീസിൽ എന്താ പറയുക, ഒരു പാർഷ്വാലിറ്റി ഇല്ല, എല്ലാവർക്കും ഒരുപോലെ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ ട്രിവാൻഡ്രം സോണിലേക്ക് വരികയാണെങ്കിൽ ട്രിവാൻഡ്രം സോണിൽ ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുടെ എണ്ണം 93 കേട്ടോ. 93 പോസ്റ്റുകളിലേക്ക് ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ മെക്കാനിക്കലിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 80. അത് ഞാൻ പറഞ്ഞ പോലെ ST-യുടെ കാര്യം കൊണ്ടാണ്. സിവിലിന് 45 ഉണ്ട് കേട്ടോ. സിവിലിന് 45 ഉണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയുകയാണ്. അതായത് മലയാളികൾ ചെന്നൈ സോണിലാണോ TVM സോണിലാണോ സിവിലിന് അപ്ലൈ ചെയ്യാൻ സ്യൂട്ടബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേപോലെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ 45 ഉള്ളത് കേരളം പോലുള്ള ചെറിയ സോണിൽ 45 വന്നിട്ടുണ്ട്. അതേപോലെ ചെന്നൈ പോലുള്ള ഒരു വലിയ സോണിൽ 138 ആണ്. സോ അത് രണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്തായാലും ചെന്നൈയിലായിരിക്കും. കേരളത്തിൻ്റെ ഒരു 3 ടൈംസ് അല്ലെങ്കിൽ ഒരു 4 ടൈംസ് അപ്ലിക്കൻസ് എങ്കിലും കൂടുതൽ ചെന്നൈയിലായിരിക്കും വരുന്നുണ്ടാവുക.
അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ട്രിവാൻഡ്രം ഒരു സേഫർ സോണായിട്ട് തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ് കേട്ടോ. സിവിലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ഓപ്ഷനാണ്. എന്നാൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെന്നൈ സോൺ എന്നായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. കാരണം ചെന്നൈ സോണിലാണ് ഇവരെക്കാട്ടിൽ 5 മടങ്ങ് വേക്കൻസീസ് ചെന്നൈ സോണിൽ വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 3 മടങ്ങാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ ഈ നമ്മൾ സിവിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇൻറ്റു 3 ചെയ്താലാണ് നമുക്ക് ഈ ഒരു നമ്പറിലേക്ക് ഏകദേശം എത്താൻ പറ്റും അല്ലേ. സോ അങ്ങനെ നോക്കുമ്പോൾ പക്ഷേ നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഒരു 4-5 ടൈംസ് എങ്കിലും അവിടെ അധികം ഉണ്ടാവും. സോ ആ ഒരു കാൽക്കുലേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് സേഫർ സോൺ ആയിട്ടുള്ളത് ചെന്നൈ സോണാണെന്ന് കേരള സോണാണെന്ന് പറയേണ്ടി വരും സിവിൽ എഞ്ചിനീയേഴ്സിന്. മറ്റു ബ്രാഞ്ചസുകാർക്ക് ചെന്നൈ സോൺ തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ബാംഗ്ലൂരിലേക്ക് വരികയാണെങ്കിൽ ബാംഗ്ലൂരിൽ 274 പോസ്റ്റുകളിലേക്കാണ് ഇലക്ട്രിക്കലിനും ഇലക്ട്രോണിക്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മെക്കാനിക്കലിന് 261, സിവിലിന് 182. പിന്നെ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നത് സെക്കന്ദരാബാദാണ്. അവിടെ ഇലക്ട്രിക്കലിന് 223 ഇലക്ട്രിക്കൽ 223, മെക്കാനിക്കലിന് 192, ദെൻ സിവിലിന് 367. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് അടുത്തൊരു പോയിന്റ് കിടക്കുന്നത്. സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെക്കന്ദരാബാദ് എന്ന് പറയുന്നത് ഒരു ഫേവറേറ്റ് സോണായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സെക്കന്ദരാബാദ് ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് തന്നെയാണ്. ആന്ധ്രാപ്രദേശ് തെലങ്കാന ആ ഒരു സ്റ്റേറ്റിൽ ഇതാണ് നമ്മൾ ഈ ഒരു സെക്കന്ദരാബാദ് എന്ന് പറയുന്നത്. സോ സെക്കന്ദരാബാദിൽ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 367 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. സോ അതൊരു ബിഗ് നമ്പർ തന്നെയാണ്. സോ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം നിങ്ങൾ ഈ ജോബിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോണുകളിൽ ഒന്ന് ഈ പറഞ്ഞിരിക്കുന്ന സെക്കന്ദരാബാദ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മലയാളികൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടി ആയിരിക്കും കേട്ടോ. കാര്യം എന്താ അറിയോ, മലയാളികളായിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സെക്ടർ ഓപ്പർച്യൂണിറ്റീസിൽ മലയാളികൾ ഉള്ളത് സിവിൽ എഞ്ചിനീയേഴ്സ് ആയിട്ടാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ PSC പരീക്ഷകളും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളത്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സൊക്കെ അത്യാവശ്യം നല്ല പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കന്ദരാബാദിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു സോൺ തന്നെയാണ് ആ ഒരു സോൺ. ഇനി ഞാനിത് ഈ സോൺസിലൊക്കെ കൺസിഡർ ചെയ്ത സമയത്ത് ഞാനൊരു അഡീഷണൽ ഒരു സോൺ കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മുംബൈ സോണാണ്. മുംബൈ സോൺ എടുക്കാനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുംബൈ സോണിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് തന്നെയാണ്. നോക്കിയേ, ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം 958 വേക്കൻസീസ്, ഇലക്ട്രോണിക്സിൽ 958, മെക്കാനിക്കലിൽ 861, സിവിലിൽ 428. അതായത് ഇലക്ട്രോണിക്സിലൊക്കെ വളരെ ഹൈ ആയിട്ടുള്ള വേക്കൻസിയാണ് മുംബൈയിൽ വന്നിട്ടുള്ളത്. മുംബൈ അത്യാവശ്യം വലിയൊരു സോണാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മുംബൈയിലായിരിക്കും. ലോജിക്കലി നോക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം മുംബൈ തന്നെ ആയിരിക്കും. സോ അവിടെ പോയി നമ്മൾ കോമ്പീറ്റ് ചെയ്യണോ അതല്ല നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ്. എനിവേ ഞാനത് പേഴ്സണലായിട്ട് നിങ്ങളെടുത്തൊരു എന്താ പറയുക എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയുകയാണ്. അങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ലോജിക്കലായിട്ടുള്ള ഇതിൽ കുറേ ലോജിക്സ് ഉണ്ട് അല്ലേ. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഞാൻ ഈ സോൺസുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെന്നൈ സോണാണ് ഇലക്ട്രിക്കലിനും മെക്കാനിക്കലിനൊക്കെ ഇലക്ട്രോണിക്സിനൊക്കെ ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മലയാളികൾ എല്ലാവരും കൂടി ചെന്നൈയിൽ പോയി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് TVMൽ കാര്യങ്ങൾ എന്തായിരിക്കും, കാര്യങ്ങൾ എളുപ്പമായി മാറൂലേ. അതായത് ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കുറേ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഒരു ലോജിക് കൂടി നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ലോജിക്കുകളൊക്കെ സംഭവിക്കും കേട്ടോ. കാരണം അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചില സോൺസിൽ നമ്മൾ പ്രതീക്ഷിച്ച സോൺസിനെക്കാട്ടിലും വേക്കൻസി കട്ട് ഓഫ് ഒക്കെ കുറഞ്ഞ് വന്നിട്ടുള്ള സോൺസുകളൊക്കെ ഉണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. സോ അത്തരം കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. എനിവേ ഞാൻ ഈ ഒരു സൗത്ത് ഇന്ത്യൻ സോൺസിലെ വേക്കൻസീസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ തന്നെ ഇലക്ട്രോണിക്സുകാർക്ക് ഏറ്റവും നല്ല സോൺ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ ചെന്നൈ ആണ്. സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും സെക്കന്ദരാബാദാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിട്ടുള്ളത്. ദെൻ നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ മുംബൈ ആണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ നോർത്തിലേക്ക് പോകണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. സോ ബ്രാഞ്ച് വൈസ് ആയിട്ടുള്ള വേക്കൻസീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ വേക്കൻസീസിൻ്റെ ഒരു പുതിയ പല വീഡിയോസുകൾ പലരും പറഞ്ഞപ്പോഴും ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ഇലക്ട്രിക്കൽ മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഡിമോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നോക്കുന്ന സമയത്ത്
ഇലക്ട്രിക്കലിന് ആകെ 20 വേക്കൻസി ഉള്ളൂ, അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന് 150 വേക്കൻസി ഉള്ളൂ എന്നൊക്കെ, ചെന്നൈയിൽ ആകെ 150 വേക്കൻസി ഉള്ളൂ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതങ്ങനെയല്ല, നിങ്ങൾക്ക് മറ്റ് ബ്രാഞ്ചസിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള വലിയൊരു പോസിറ്റിവിറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ നല്ല ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇനി വേക്കൻസി കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കൂടിയേക്കാം. കാരണം ALPയുടെ കേസിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷവും വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വേക്കൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാനത് എത്രത്തോളം ഞാൻ പറയുന്നില്ല, കാരണം സംഭവിച്ചിട്ടുണ്ട്. വേക്കൻസീസ് ഇമ്പ്രൂവ് ചെയ്യാം, റിവൈസ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് റെയിൽവേയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അത്തരത്തിൽ വേക്കൻസീസ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. 30-ാം തീയതി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ നിങ്ങളിലേക്ക് കൂടുതൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ ഇതിലേത് ബ്രാഞ്ചും ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഏത് ബ്രാഞ്ചസിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ RRB JEE എക്സാം ഈ വർഷം ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ RRB JEE ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മളുടെ RRB JEEയുടെ ഒരു എക്സ്ക്ലൂസീവ് ഗോൾഡ് ബാച്ച് ഓഗസ്റ്റ് 1-ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻട്രിയുടെ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ഇനിയും വൈകാൻ സമയമില്ല. നന്നായിട്ട് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് നിങ്ങൾക്ക് 2025 തന്നെ സ്വപ്നം കാണാവുന്നതാണ്. നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പിടിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് യാത്ര സഞ്ചരിക്കാവുന്നതാണ്. സോ മികച്ച വിജയത്തിനായി നേരത്തെ പഠിച്ചു തുടങ്ങണം, നല്ല വിജയം കരസ്ഥമാക്കണം. ഇനിയുള്ള ഓരോ ദിവസവും ക്രൂഷ്യലാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.